പൊന്നുസേ നമ്മളവിടെ വന്നിരിക്കുന്നത് ഇന്ന് ഡഡ്ഡലോർ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല അടിപൊളി കാഴ്ച കാണിച്ചു തരാം. അലാശ എങ്ങനെ ഉണ്ടടി? മുകളിലായത് നല്ല ഭംഗിയുണ്ട്. നമ്മളങ്ങോട്ട് ഇറങ്ങി പോകാൻ കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നമുക്കിവിടെ കാറ് പാർക്ക് ചെയ്യാൻ സൗകര്യമൊക്കെ ഉണ്ട്. നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തു. നമുക്ക് വേറെ എൻട്രി ഫീസൊന്നുമില്ല. പക്ഷേ പാർക്കിംഗ് ഫീസ് ഇവിടെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ഇവിടെ ചെയ്തിട്ട് നമ്മളിനി താഴോട്ട് നടന്നു വേണം പോകാൻ വേണ്ടി. അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് നടക്കാൻ വേണ്ടിയുണ്ട്. കുത്തനെയുള്ളൊരു കുറച്ച് ചെറിയൊരു ഇറക്കമാണ് അങ്ങോട്ട് നമ്മൾ ഇറങ്ങുമ്പം. നമ്മൾ കുറച്ചങ്ങ് നടന്ന് നിന്നിട്ട് വേണം കാണാൻ. നമുക്ക് ഇവിടുന്ന് കാണാം, ദൂരെ നിന്ന് കാണാം. നമുക്ക് ബീച്ചിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. നമ്മളപ്പോൾ നടക്കുകയാണ് അങ്ങോട്ട്. അതാ നേരത്തെ നടന്ന് അങ്ങോട്ട് പോകണം. ആ സെവൻ സിസ്റ്റേഴ്സിന്റെ മണ്ടയ്ക്ക് പോയ പോലെ ഇരിക്കുള്ളൂ, അത്രയ്ക്കുള്ളത്. നമ്മൾ ഇത് 2 ബീച്ചായിട്ടാണുള്ളത് കേട്ടോ. നമ്മൾ ആദ്യം ചെന്നെത്തുന്നത് ഈ കാണുന്ന ബീച്ചാണ് മാനോവർ ബീച്ച് എന്ന് പറയുന്നത്. മാനോവർ എന്നാണ് ഈ കാണുന്ന ബീച്ച് എന്ന് പറയുന്നത്. തൊട്ടപ്പുറത്ത് ഒരു പാറയുടെ അപ്പുറം ഇപ്പുറമായിട്ടാണ് ഇതുള്ളത്. ഇതിൻ്റെ തൊട്ടപ്പുറം കാണുന്നതാണ് ശരിക്കുമുള്ള ഡഡ്ഡലോർ ബീച്ച്. നമുക്ക് അതിൻ്റെ അറ്റം കാണാൻ വേണ്ടി പറ്റും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. ഇതുണ്ടോ പൊന്നുസേരി ചെറുക്കൻ നീന്തുന്നേ? മറ്റേ ഇത് കൂട്ടുകൾ നീന്തുന്ന പോലെ അല്ലേ? എന്നെ ആഴം ഉണ്ടായിരിക്കുമല്ലോ അവിടെയൊക്കെ. കാലിൽ നിർത്താൻ പറ്റുമോ? നീന്തിക്കൊണ്ടേ ഇവിടെ നമുക്ക് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഈ മാനോവർ ബീച്ചിലോട്ട് ഇറങ്ങി പോകാൻ വേണ്ടി. ഞാനിപ്പോൾ ഈ ആരോയിൽ കാണിക്കുന്ന പോലെയാണ് നമ്മൾ ആ സ്റ്റെപ്പിലൂടെ വേണം നമുക്ക് ഈ ബീച്ചിലോട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടി. ഈ കാണുന്ന വഴിയാണ് നമ്മൾ മാനോവർ ബീച്ചിലോട്ട് ഇറങ്ങിപ്പോകുന്ന വഴി. അങ്ങനെ ഞങ്ങൾ ഡഡ്ഡലോറിൽ എത്തിയിരിക്കുകയാണ്. കാഴ്ച കാണിച്ചു തരാം. ചുണ്ണാമ്പ് കല്ല് കൊണ്ടുള്ള നാച്ചുറലായിട്ടുള്ള ഒരു ആർച്ചാണ് കേട്ടോ ഇത്. ഇത് ഏകദേശം 12,000 ഏക്കറോളം ഉണ്ട് ഈ പ്രദേശം. ഇത് ലുൽവർത്ത് എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു പ്രദേശമാണിത്. ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഇങ്ങോട്ട് എൻട്രൻസ് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ പാർക്കിംഗ് ഫീസ് മാത്രം നമുക്ക് ഇവിടെ പേ ചെയ്താൽ മതി. അതിനിടയിൽ കൂടെ ബോട്ട് പോകത്തൊന്നുമില്ല, അവിടെ കൊണ്ടുവന്ന് കാണിക്കുള്ളൂ. പ്രായമായവർക്ക് ഈ സ്റ്റെപ്പിങ്ങനെ ഇറങ്ങി വരാൻ വേണ്ടി കുറച്ച് പ്രയാസമാണ് കേട്ടോ. അതിന് നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട് ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് ബോട്ടിങ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആർച്ചിൻ്റെ അടുത്ത് വരെ അവർ കൊണ്ടുപോയി ബോട്ടിൽ കാണിക്കും. അപ്പോൾ പ്രായമായവരെ കൊണ്ടൊക്കെ വരുന്നവർക്ക് നമ്മൾ ബോട്ട് സർവീസ് ബുക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമുക്ക് അല്ലെങ്കിൽ ഇത് കുറച്ച് ദൂരം ഇങ്ങോട്ട് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി നടക്കാനും തിരിച്ച് അതേപോലെ ഒരു നല്ല കയറ്റമാണിത്. നമുക്ക് അങ്ങ് പ്രായമായവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇറങ്ങാനും കയറാനും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.